നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദൈവത്തിൻ്റെ സമ്മാനം എന്നറിയപ്പെടുന്ന പുഷ്പമാണ് മുല്ലപ്പൂവ്. ധാരാളം മുല്ലപ്പൂക്കൾ നിറഞ്ഞു നിൽക്കുന്നത് കാണാൻ മനസ്സിന് തന്നെ ഒരു സന്തോഷമാണ്. മുല്ലപ്പൂവിൻ്റെ ഭംഗിയേക്കാൾ എല്ലാവർക്കും അതിൻ്റെ സുഗന്ധത്തോടാണ് താല്പര്യം. ഒരല്പം കരുതൽ നൽകിയാൽ ദിവസവും പൂക്കൾ നൽകുന്ന ചെടിയാണിത്. വീട്ടിൽ നമ്മൾ മുല്ല നട്ടു വളർത്തുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്നു. അതിനാൽ പൂക്കൾ ഉണ്ടാകാതിരിക്കുകയും ചെടി വളർച്ചയില്ലാതെ മുരടിച്ചു നിൽക്കുന്നതും കാണാം. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സൂര്യപ്രകാശം നല്ലതുപോലെ ലഭിക്കുന്ന തുറസായ സ്ഥലമാണ് മുല്ല കൃഷിക്ക് തിരഞ്ഞെടുക്കേണ്ടത്. തണലത്ത് വളരുന്ന മുല്ലയ്ക്ക് വളർച്ചയുണ്ടാകുമെങ്കിലും പൂമൊട്ടുകൾ കുറവായിരിക്കും. ഇനി പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ പിന്നെ നിങ്ങളുടെ മുല്ല കാടുപോലെ പടർന്ന് പന്തലിച്ചു പൂക്കും. ചായക്കൊന്ന് നമുക്ക് മുല്ലപ്പൂക്കൾ ഉണ്ടാകുന്നതിന് സഹായിക്കും. ചായ ഉണ്ടാക്കിയതിന് ശേഷം ബാക്കിയുള്ള ചായപ്പൊടി ശേഖരിച്ച് ഉണക്കാം. ഈർപ്പം മൂലം പൂപ്പൽ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ഈ പൊടി പൂർണ്ണമായും വരണ്ടതായി സൂക്ഷിക്കണം. പൊടി നന്നായി ഉണങ്ങിയ ശേഷം ചെടിയുടെ ചുവട്ടിൽ ഇട്ടുകൊടുക്കാം. മണ്ണുമായി കലർന്ന് ചെടിയുടെ വേരുകൾക്ക് പോഷകമായി പ്രവർത്തിക്കും. ആഴ്ചയിലൊരിക്കൽ അല്ലെങ്കിൽ 10 ദിവസത്തിലൊരിക്കൽ ഇത് ചെയ്യുന്നത് ചെടിയുടെ വളർച്ചയും പൂവിടലും മികച്ച രീതിയിൽ മെച്ചപ്പെടും. ചായപ്പൊടിയിൽ നൈട്രജൻ, പൊട്ടാസ്യം, ഫോസ്ഫറസ് തുടങ്ങിയ അവശ്യ പോഷകങ്ങൾ അടങ്ങിയിരിക്കുന്നു. ചെടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ 3 പ്രധാന പോഷകങ്ങൾ ഇവയാണ്. മാത്രമല്ല മണ്ണിലെ ഈർപ്പം സംരക്ഷിക്കുന്നതിനും മണ്ണിലെ സൂക്ഷ്മാണുക്കളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഇവ സഹായിക്കും. അടുക്കളയിൽ പാഴ്വസ്തുവായി നമ്മൾ ഉപേക്ഷിക്കുന്ന മുട്ടത്തോടിനും ഒരുപാട് ഗുണങ്ങളുണ്ട്. ചെടിയുടെ വേരുകൾ ശക്തിപ്പെടുത്തുന്നതിനും വളർച്ച പ്രോത്സാഹിപ്പിക്കുന്നതിനും പൂവുകൾ ഉണ്ടാവുന്നതിനും സഹായിക്കും. കാൽസ്യം കാർബണേറ്റിൻ്റെ സമ്പന്നമായ ഉറവിടമായ മുട്ടത്തോടിൽ മഗ്നീഷ്യം, ഫോസ്ഫറസ്, പൊട്ടാസ്യം, ഇരുമ്പ്, മാംഗനീസ്, സിങ്ക് തുടങ്ങിയ ധാതുക്കളും അടങ്ങിയിട്ടുണ്ട്. മുട്ട പൊട്ടിച്ചതിന് ശേഷം അതിൻ്റെ തോട് നമുക്ക് കഴുകിയെടുക്കാം. ശേഷം വൃത്തിയായി തുടച്ച് ഉണക്കിയെടുക്കാം. ഉണങ്ങിയതിന് ശേഷം നമ്മൾ ഈ മുട്ടത്തോട് ചെറിയ കഷ്ണങ്ങളായി ഒടിക്കണം. ഇത് മിക്സിയിലിട്ട് നമുക്ക് പിന്നീട് പൊടിച്ചെടുക്കണം. ചെടിയുടെ ചുവട്ടിലെ മണ്ണ് വളരെ സൗമ്യമായി ഇളക്കി കൊടുക്കാം. ശേഷം മുട്ടത്തോടിൻ്റെ പൊടി നമുക്ക് ചുവട്ടിൽ ഇട്ട് കൊടുക്കാം. ആഴ്ചയിലൊരിക്കൽ നമ്മൾ ഈ രീതിയിൽ നമ്മൾ ചെയ്യണം. വെള്ളം ദീർഘനേരം കിടക്കുന്ന മണ്ണിൽ ഈ മുല്ലച്ചെടികൾ വളരണമെന്നില്ല. അതിനാൽ വെള്ളം വേഗത്തിൽ അടിയിലേക്ക് പോകുന്ന തരത്തിലുള്ള മണ്ണിന് നമുക്ക് നടുന്നതിന് മുൻഗണന നൽകാം. ഇത്തരം മണ്ണിൽ വേണം മുല്ലച്ചെടികൾ നടാൻ. ആദ്യം നിങ്ങളുടെ പ്രദേശത്ത് നന്നായി വളരുന്ന ഒരു മുല്ലയിനം തിരഞ്ഞെടുക്കുകയാണ് പ്രധാനം. മണ്ണിനും കാലാവസ്ഥയ്ക്കും ചേരാത്തത് നട്ടാൽ ഗുണമുണ്ടാവില്ല. മണ്ണും പകുതി മണലും ചേർന്ന മിക്സിൽ മുല്ല നടുന്നതാണ്, അതായത് അങ്ങനെയുള്ള ചേർത്ത് നടുന്നതാണ് നല്ലത്. മുല്ലത്തണ്ടുകൾ നടാനാണെങ്കിൽ മീഡിയം ലെവലിൽ മൂത്ത തണ്ടുകളാണ് എടുക്കേണ്ടത്. വേര് പിടിച്ച് പുതിയ ഇലകൾ വന്നാൽ പിന്നെ വളപ്രയോഗം ചെയ്യാം. പഴത്തൊലി, അതുപോലെ ഉരുളൻ കിഴങ്ങിൻ്റെ തൊലി, മുട്ടത്തോട്, ചായക്കൊന്ത്, ഉള്ളിത്തൊലി എന്നിവ ചേർത്താണ് വീട്ടിൽ തന്നെ നമുക്ക് ഈ വളം ഉണ്ടാക്കാം. പൊട്ടാസ്യം അടങ്ങിയ നേന്ത്രപ്പഴത്തിൻ്റെയും കിഴങ്ങിൻ്റെയും തൊലി നന്നായി മുല്ല പൂക്കാൻ സഹായിക്കും. മുട്ടത്തോട് മാത്രം ഉണക്കി പൊടിച്ചും എടുക്കണം. ശേഷം ഇവ ഒരു പാത്രത്തിലിട്ട് 3 ദിവസം വെയിൽ കൊള്ളാതെ വയ്ക്കണം. ഇത് അരിച്ചെടുത്ത് പിന്നീട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് മുല്ലയ്ക്ക് ഒഴിക്കാം. ഇത് മുല്ലച്ചെടി പെട്ടെന്ന് തന്നെ പിടിച്ചെടുക്കും. ഫലമോ ആഴ്ചകൾക്കുള്ളിൽ മുല്ല നന്നായി പുഷ്പിച്ചു തുടങ്ങും. വേര് തൊടാതെ വേണം ഇത് ഒഴിച്ചു കൊടുക്കാൻ. ശരിയായ രീതിയിൽ വളവും നനയും ലഭിച്ചാൽ 4 മാസത്തിനുള്ളിൽ തന്നെ പൂക്കൾ മൊട്ടിട്ട് തുടങ്ങും. ഇനി ചട്ടിയിൽ എങ്ങനെ നമുക്ക് വളർത്താമെന്ന് നോക്കാം. മണ്ണും മണലും ചാണകപ്പൊടിയും തുല്യ അളവിൽ ചേർത്തുണ്ടാക്കുന്ന മിശ്രിതം ചട്ടിയിലോ ചാക്കിലോ നിറയ്ക്കണം. എന്നിട്ട് ഓരോ ചട്ടിയിലും 100 ഗ്രാം കുമ്മായവും 50 ഗ്രാം വേപ്പിൻ പിണ്ണാക്കും ചേർത്ത് നന്നായി യോജിപ്പിച്ച് 3 ദിവസമെങ്കിലും നനച്ചതിന് ശേഷം വേര് പിടിപ്പിച്ച തൈകൾ ഇതിൽ നടാവുന്നതാണ്. ധാരാളം വെള്ളവും മുല്ലയ്ക്ക് ആവശ്യമാണ്. മറ്റേത് ചെടിയെപ്പോലെ മുല്ലയ്ക്ക് വെള്ളം അത്യന്താപേക്ഷിതമാണ്. വേണ്ടത്രയും വെള്ളം ദിനംപ്രതി ചെടി നനയ്ക്കാനായി നൽകുക. ഈർപ്പമുള്ള മണ്ണാണ് മുല്ലയ്ക്ക് ആവശ്യം. എന്നാൽ ഒത്തിരി വെള്ളം കെട്ടിക്കിടക്കാനും പാടില്ല. ഇൻഡോർ പ്ലാന്റായാണ് വളർത്തുന്നത് എങ്കിൽ ആഴ്ചയിൽ 2-3 തവണ വെള്ളം ഒഴിക്കാൻ ശ്രദ്ധിക്കണം. പതിവായി സൂര്യപ്രകാശം ഏൽപ്പിക്കുകയും വേണം. കുറ്റിമുല്ലയല്ല നിങ്ങൾ നട്ടിട്ടുള്ളത് എങ്കിൽ പടർന്നു പോകാനായി
മുല്ലയ്ക്ക് താങ്ങ് നൽകാനും മറക്കരുത്. നല്ലവണ്ണം മുല്ല വളരാനായി ചെടിയുടെ ചില ഭാഗങ്ങൾ ഓരോ ഘട്ടത്തിലും വെട്ടിക്കളയുക. ഇത് ചെടി നല്ല രീതിയിൽ വളരാൻ സഹായകരമാകും. തണുപ്പുള്ള കാലാവസ്ഥയുടെ മുല്ലച്ചെടികൾ പൊരുത്തപ്പെടണമെന്നില്ല. അതിനാൽ ശീതകാലത്ത് പറ്റുമെങ്കിൽ ചെടി വീടിനകത്ത് അല്പകാലത്തേക്ക് വളർത്താം. ചൂടുള്ള വേനലും അമിതമാകാത്ത മഞ്ഞു കാലാവസ്ഥയുമാണ് കുറ്റിമുല്ല അഥവാ കുടമുല്ല പോലുള്ളവ വളരാൻ അനുയോജ്യമായ കാലാവസ്ഥ. ഇത്തരം കണ്ടന്റുകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ വീഡിയോയും നിങ്ങൾക്ക് ലഭിക്കാൻ ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക.